വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം പോവുകയാണ്. ഇറാനെതിരായിട്ടുള്ള യുദ്ധം അത് നിർത്തില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇറാനെ എല്ലാ മേഖലയിലും തകർത്തില്ലാതാക്കും. അടുത്ത 3 ആഴ്ച കൂടി ഈ യുദ്ധം തുടരും. ലക്ഷ്യം ഇറാനിലെ എണ്ണ അല്ല എന്നും മേഖലയിൽ സമാധാനം ഉറപ്പാക്കലാണെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ മിസൈൽ സംവിധാനവും സൈനിക സംവിധാനവും തകർത്തുവെന്നും നേതൃനിരയെ ഒന്നടങ്കം ഇല്ലാതാക്കിയെന്നും ട്രംപ് പറയും. അജയ് സുധാബിജു കൂടുതൽ വിവരങ്ങൾ നൽകും. അജയ്, ഇന്നലെ ലഭിച്ച സൂചനകൾ അത് ഒരുപക്ഷെ ട്രംപ് അമേരിക്ക ഈ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ നേരെ തിരിച്ചാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത്. ഇത് അവസാനിപ്പിക്കുന്നില്ല, പൂർണ്ണമായിട്ടും തകർത്തില്ലാതാക്കും വരെ ഇത് തുടരുമെന്നാണല്ലോ പ്രഖ്യാപനം. എന്താണ് അദ്ദേഹം പറഞ്ഞതിലെ പ്രധാന കാര്യം? എൽദോ, ആശങ്കകൾക്ക് പരിഹാരമില്ല, ഈ യുദ്ധം തുടരും എന്ന് തന്നെ ട്രംപ് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അടുത്ത 2-3 ആഴ്ചത്തേക്ക് ഇറാനെ നേരത്തെ ഉള്ളതിനേക്കാൾ ശക്തമായിട്ട് ഹിറ്റ് ചെയ്യും, അവരെ ഏതാണ്ട് ശിലായുഗത്തിലേക്ക് തങ്ങൾ കൊണ്ടുപോകും എന്നെല്ലാമാണ് ട്രംപ് ഇന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എല്ലാവരും വലിയ പ്രതീക്ഷയിലായിരുന്നു. ഇന്ന് ട്രംപ് യുദ്ധത്തെപ്പറ്റി എന്തെങ്കിലും ഒരു സൂചന നൽകും, യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ പറ്റി എന്തെങ്കിലും അദ്ദേഹം പറയും എന്നെല്ലാമാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എല്ലാവരും ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങൾ, ഈ ഹോർമുസ് കടലിടുക്കിനെ ആശ്രയിച്ചുകൊണ്ട് വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾ എല്ലാവരും വലിയ ആകാംക്ഷയോടെയായിരുന്നു കാത്തിരുന്നത്. എന്നാൽ നമുക്ക് ആശ്വസിക്കാവുന്ന ഒന്നും തന്നെ ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നില്ല. അദ്ദേഹം ഇറാനെ പൂർണ്ണമായിട്ടും തകർത്തു, ഇറാന്റെ നേതൃനിരയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി, അവിടെയുള്ള നിലവിലുള്ള ഭരണകർത്താക്കളെ എല്ലാവരെയും കൊന്നത് കാരണം തന്നെ അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ തങ്ങൾക്ക് സാധിച്ചു. ഇറാന്റെ നാവികസേനയെ പൂർണ്ണമായി ഇല്ലാതാക്കി, ഇറാൻ ആർമിയെ തകർത്തു, അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം ഇല്ലാതാക്കി, ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകൾ തങ്ങൾ B-2 ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് തകർത്തു. ഇറാൻ ദീർഘദൂര മിസൈലുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അമേരിക്ക വരെ ചെന്നെത്തി US-ന് വലിയ ഭീഷണി ഉയർത്താൻ സാധിക്കുന്ന വെപ്പണറീസ് ആണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതെല്ലാം നശിപ്പിക്കാൻ തങ്ങൾക്ക് സാധിച്ചു. ഇത്തരം കാര്യങ്ങളാണ് ട്രംപ് എടുത്തു പറഞ്ഞത്. മാത്രമല്ല, അദ്ദേഹം സൂചിപ്പിച്ച മറ്റൊരു കാര്യം, നിരവധി US സൈനികർക്ക് ഈ യുദ്ധം കാരണം ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സൈനികരുടെ കുടുംബങ്ങൾ തന്നോട് കണ്ണീരണിഞ്ഞുകൊണ്ട് പറഞ്ഞത്, ഈ യുദ്ധം അമേരിക്ക ജയിക്കണം, അമേരിക്ക എന്താണോ ലക്ഷ്യം വെച്ചത് അത് ഫലം കാണണം എന്നാണ് ആ സൈനികരുടെ കുടുംബങ്ങൾ തന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തനിക്ക് ആ ഒരു ഉത്തരവാദിത്വം നിറവേറ്റണം. തങ്ങളുടെ ലക്ഷ്യം ഒരിക്കലും പശ്ചിമേഷ്യയിലുള്ള ക്രൂഡ് ഓയിൽ അല്ല എന്നും ട്രംപ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ട്രംപ് പറയുന്നത് സൗദി അറേബ്യ, റഷ്യ എന്നീ രാജ്യങ്ങൾ ഒന്നിച്ച് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ എണ്ണ US പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അതായത് ലോകത്തെ ഒരു എണ്ണ ഭീമന്മാരായിട്ടുള്ള രാജ്യങ്ങളാണ് സൗദി അറേബ്യ, റഷ്യ എന്ന്. പ്രത്യേകിച്ച് സൗദി അറേബ്യ, ലോകത്തെ എണ്ണവില അടക്കം നിയന്ത്രിക്കാൻ സൗദി അറേബ്യയ്ക്ക് സാധിക്കും. അപ്പോൾ ഈ 2 രാജ്യങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ക്രൂഡ് ഓയിൽ അമേരിക്ക, അതുപോലെ തന്നെ വെനസ്വേല തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ വഴി ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ അമേരിക്ക ഒരു എണ്ണക്ഷാമവും നേരിടുന്നില്ല എന്ന് ട്രംപ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹോർമുസ് കടലിടുക്ക് അത് അമേരിക്കയുടെ ഉത്തരവാദിത്തമല്ല. ഹോർമുസ് കടലിടുക്ക് വഴി ഗതാഗതം നടത്തുന്ന മറ്റ് രാജ്യങ്ങൾ അത് ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ട്രംപ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി ഹോർമുസ് കടലിടുക്കിന്റെ വിഷയത്തിൽ നിന്നും ട്രംപ് കൈകഴുകി ഒഴിഞ്ഞു മാറുന്ന ഒരു കാഴ്ചയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. മറ്റ് രാജ്യങ്ങൾ, മറ്റ് ഹോർമുസ് കടലിടുക്ക് വഴി വ്യാപാരം, ഗൾഫ് മേഖലയിൽ നിന്ന് വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾ ഹോർമുസ് കടലിടുക്കിനെ സംരക്ഷിക്കണമെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ US-ൽ നിന്നോ വെനസ്വേലയിൽ നിന്നോ ക്രൂഡ് ഓയിൽ വാങ്ങണമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു വിഷയത്തിൽ നിന്നും ട്രംപ് പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അദ്ദേഹം പറയുന്നത് പശ്ചിമേഷ്യയിലുള്ള ക്രൂഡ് ഓയിൽ തങ്ങളുടെ ലക്ഷ്യമല്ല, അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം. അതുപോലെ ഇറാൻ സർക്കാരിൻ്റെ ചില ക്രൂരതകൾ കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഏതാണ്ട് 45,000-ഓളം ആളുകളെ, അവരുടെ സ്വന്തം രാജ്യത്തുള്ള ജനങ്ങളെയാണ് ഇറാൻ ഭരണകൂടം കൊന്നൊടുക്കിയത്. അതുകൊണ്ട് തന്നെ അവിടെ മേഖലയിലൊരു സുരക്ഷിതത്വമില്ലായിരുന്നു. അവർ വലിയ രീതിയിലുള്ള ഒരു ടെററിസമാണ്, സ്റ്റേറ്റ് ഫണ്ട് ടെററിസമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു. മുൻപ് അമേരിക്ക ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രസിഡന്റുമാർക്കും ഇറാനോട് ഒരു നേരിട്ട് ഏറ്റുമുട്ടലിന് ധൈര്യമില്ലായിരുന്നു. താൻ ആദ്യം അധികാരം
അധികാരത്തിൽ കയറിയത് മുതൽ തന്നെ ഇറാന്റെ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തിയിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇറാന്റെ ഒരു മുൻ സൈനിക മേധാവിയായിട്ടുള്ള ഖ്വാസിം സുലൈമാനിയെ തൻ്റെ ആദ്യത്തെ ഭരണകാലയളവിൽ കൊല്ലാൻ സാധിച്ചതെന്നും ട്രംപ് ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹം ഈ ഒരു യുദ്ധത്തെ ന്യായീകരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി എടുത്ത് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇറാഖുമായിട്ടുള്ള അമേരിക്കയുടെ യുദ്ധം ഏതാണ്ട് 8 വർഷത്തോളം നീണ്ടുനിന്നു. വിയറ്റ്നാമുമായിട്ടുള്ള അമേരിക്കയുടെ യുദ്ധം 19 വർഷം നീണ്ടുനിന്നു. ഈ ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും നിരവധി വർഷങ്ങൾ ഏതാണ്ട് 5-6 വർഷങ്ങളോളം നീണ്ടുനിന്നു. പക്ഷേ ഈ ഇറാൻ യുദ്ധം ഇപ്പോൾ കേവലം എത്തി നിൽക്കുന്നത് 31 ദിവസങ്ങൾ മാത്രമാണ്. ഈ 31 ദിവസങ്ങൾ കൊണ്ട് തന്നെ അമേരിക്ക തങ്ങളുടെ ലക്ഷ്യങ്ങളുടെ ഭൂരിഭാഗവും ഫലം കണ്ടു കഴിഞ്ഞു. അവിടെയുള്ള നേതൃനിരയിലുള്ള എല്ലാ പ്രമുഖരെയും കൊലപ്പെടുത്താൻ സാധിച്ചു. അവിടെ ഒരു ഭരണമാറ്റം അമേരിക്കയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലെ അവരുടെ മിലിറ്ററി ഫെസിലിറ്റീസ് എല്ലാം തകർത്തു. നാവിക സംവിധാനങ്ങൾ തകർത്തു. അവർക്ക് യാതൊരുവിധ പ്രതിരോധ സംവിധാനങ്ങളും നിലവിലില്ല. B-2 ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് ന്യൂക്ലിയർ ഫെസിലിറ്റീസ് തകർത്തു. ദീർഘദൂര മിസൈലുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന സെന്ററുകൾ തകർത്തു. അപ്പോൾ അമേരിക്ക തങ്ങളുടെ ലക്ഷ്യങ്ങൾ ഫലപ്രാപ്തിയിൽ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇറാനുമായി ഒരു ഡിപ്ലോമസിയിലൂടെ ഒരു ഡീലിനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഈ ഡീൽ ഉടൻ തന്നെ ലക്ഷ്യം കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഡീൽ അഥവാ ഇത്തരം ഒരു ഡീലിൽ എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിൽ ഇപ്പോൾ ആക്രമിക്കുന്നതിനേക്കാൾ അതിൻ്റെ 10 മടങ്ങ് ഇരട്ടിയിൽ അടുത്ത 2-3 ആഴ്ചത്തേക്ക് ഇറാനെ ആക്രമിക്കുമെന്നാണ് ട്രംപ് എടുത്തു പറയുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. നിലവിൽ ഇറാന്റെ പവർ പ്ലാന്റുകൾ തങ്ങൾ ആക്രമിക്കുന്നില്ല. എന്നാൽ ഇറാനുമായി ഒരു ഡീൽ ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഉടൻ തന്നെ അവരുടെ പവർ പ്ലാന്റുകളും ഞങ്ങൾ ഹിറ്റ് ചെയ്യും എന്നാണ് ട്രംപ് പറയുന്നത്. എന്തായാലും നിലവിൽ യുദ്ധത്തിൽ യാതൊരുവിധ സമാധാനവുമില്ല. ഒരു 2-3 ആഴ്ച കൂടി അത് തുടരും എന്ന് തന്നെയാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. റൈറ്റ്. എന്തായാലും അജയ് സുധാവിജു തുടരുക. നമുക്ക് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണത്തിലേക്ക് കൂടി പോയി വരാം. Military operation so powerful, so brilliant against one of the most powerful countries for 32 days. And the country has been eviscerated and essentially is really no longer a threat. They were the bully of the Middle East, but they're the bully no longer. This is a true investment in your children and your grandchildren's future. The whole world is watching and they can't leave the power, strength, and brilliance. They just can't believe what they're seeing. They leave it to your imagination, but they can't believe what they're seeing. The brilliance of the United States military. Tonight, every American can look forward to a day when we are finally free from the wickedness of Iranian aggression and the specter of nuclear blackmail. Because of the actions we have taken, we are on the cusp of ending Iran's sinister threat to America and the world. And I'll tell you, the world is watching. And when we do, when it's all over, the United States will be safer, stronger, more prosperous, and greater than it has ever been before. May God bless the men and women of the United States Armed Forces, and may God bless. അജയ്, ഈ ഞങ്ങൾ വിജയിച്ചു എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. വിജയിച്ച ആളുകൾ വീണ്ടും യുദ്ധം തുടരുന്നു എന്നും ട്രംപ് തന്നെ പറയുന്നുമുണ്ട്. ഇനി എന്താണ് ട്രംപ്